കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ സ്കൂളിന് സമർപ്പിച്ചു. വോളിബോൾ ഇതിഹാസമായ ജിമ്മി ജോർജിന്റെ സ്മരണയ്ക്കായി ജില്ലാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ സ്കൂളിൽ നടപ്പിലാക്കുന്ന വോളിബോൾ അക്കാദമിയും ഇൻഡോർ സ്റ്റേഡിയം അടങ്ങുന്ന കെട്ടിട സമുച്ചയം, ശുചിയിടം എന്ന പേരിൽ 27 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പെൺകുട്ടികൾക്കുള്ള ഹൈടെക് ശൗചാലയ മന്ദിരം, സൗരോർജ്ജ സംവിധാനം സ്ഥാപിക്കൽ, പുതിയ പ്രവേശന കവാടം, 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സയൻസ് ലാബ്, SPC കേഡറ്റുകൾക്കുള്ള ബാൻഡ് സെറ്റ്, ആധുനിക രീതിയിലുള്ള കുടിവെള്ള ശുചീകരണ സംവിധാനം എന്നിവയുടെ സമർപ്പണമാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഡോക്ടർ PK ഗോപൻ നിർവഹിച്ചിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതാണ്. എല്ലാ ബഹുമാന്യ വ്യക്തികളും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും, ബഹുമാന്യരായ രക്ഷാകർത്താക്കളും, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിലുമാണ് നിയമപരമായി വിട്ടുകിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ. നമ്മുടെ PH സെൻ്ററുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയിലും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ ബ്ലോക്കിൻ്റെ ചുമതലയിലും, താലൂക്ക് ആശുപത്രികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലും, ജില്ലാ ആശുപത്രികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ പ്രത്യേകത നമുക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കൂളുകൾ ഇങ്ങനെ മാറ്റപ്പെട്ടത്, നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ ഇങ്ങനെ പരിവർത്തിക്കപ്പെട്ടത്. വലിയൊരു മുന്നേറ്റമാണ് പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ K അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലൈല ബീവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, PTA പ്രസിഡന്റ് S ഗോപകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ N സുരേഷ്, PTA വൈസ് പ്രസിഡന്റ് ഇല്ലിക്കുളം ജയകുമാർ, പ്രഥമ അധ്യാപിക ബീന, എക്സിക്യൂട്ടീവ് അംഗം ബിന്ദു സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലയിലെ 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വോളിബോൾ പരിശീലനം നൽകി മികച്ച താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി 60 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനാണ് നിർമ്മാണ മേൽനോട്ട ചുമതല. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.